യെസ്, എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു. പീഡഫൈൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു 11 മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി. ആ ചെറിയൊരു വൃദ്ധസദനം 2023 ഉണ്ടാക്കിയത് ഏകദേശം 729,160 പൗണ്ട്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാറ് പൊട്ടി. അതുപോലെ തന്നെ 2024 ഉണ്ടാക്കിയത് 1.7 മില്യനും, ഏകദേശം ഇന്ത്യൻ റുപ്പി 21 കോടി. എനിക്ക് വിശ്വസ്തതയുള്ള ആൾക്കാരെ, അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പുമ്പത് ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പ എക്സ്പ്രസ്, അതിന്റെ അക്കൗണ്ട്സ് ഇപ്പൊ കാണിച്ചു. ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് 0 എംപ്ലോയീസ് എന്നുള്ളത്. ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് 109,320 ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ഇനിയെങ്കിലും എല്ലാത്തിനെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന നിന്റെ വെടക്ക് സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് ഉപേക്ഷിക്കും. പക്ഷെ ഇതൊന്നും കൂടെ അതൊരു പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട്. ഇതായത് കണ്ടോ ഈ സംഭവം, ഇതെന്റെ ടാക്സ് ഫയൽ റിട്ടേൺ ആണ്. ഏകദേശം ഇന്ത്യൻ റുപ്പി 16 ലക്ഷം വരും. ഞാൻ എന്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത്. ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ പീഡഫൈൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. 5 ഉണ്ടാക്കും, 30 ഉണ്ടാക്കും, 50 ഉണ്ടാക്കും, ഇല്ലാത്തവന് വിടുന്നിങ്ങനെ 21 വണ്ടികൾ അതെന്റെ വീടിന് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 വണ്ടികൾ. ഇതൊക്കെ നമ്മൾ വിറ്റതും വിൽക്കാനുള്ളതും വണ്ടികളാണ്. ഇതൊക്കെ ഞാൻ ഇതുവരെ വിറ്റിട്ടുള്ള എല്ലാ വണ്ടികളുടെ കണക്ക് മാത്രമല്ല. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ ഇൻകം വെരിഫൈ ചെയ്യാൻ വരുന്ന ചേട്ടന്റെ പുള്ളിക്ക് ഇത് കാണിച്ചു തരാം. പുള്ളി തന്നെ ഇതും പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ മറ്റേ MOT ഇല്ലാത്ത വണ്ടിയുടെ കേസ് ചേട്ടൻ ടീമോട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വണ്ടി ഗ്യാരേജിൽ കിടക്കും എന്റെ കൂട്ടുകാരുടെ. അത് പൈസ കൊടുക്കാഞ്ഞിട്ട് കിടക്കുകയല്ല, അത് അതിന് പാർട്സ് കിട്ടാത്തോണ്ട് കിടക്കും. ഓട്ടോസ്പാടെ 20 ലക്ഷം രൂപയുടെ സ്കാം. അതായത് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് ഇവിടെ UK-ൽ 18,000 19,000 പൗണ്ട് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. 10-17 പേര് എന്റെ കൂടെ ഫ്രാഞ്ചൈസി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവര് മുന്നോട്ട് വന്ന് പറയട്ടെ ഞാൻ എത്ര പേരുടെ ഇതുവരെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പേരെ ഇതിന് ഇക്വിറ്റി ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഇതല്ലെങ്കിൽ ഇവർ കമന്റ് സെക്ഷനിൽ വന്ന് പറയട്ടെ ഓട്ടോസ്പാട് ആൾക്കാർക്ക് ചാൻസ് ഉണ്ടല്ലോ. സ്കാമാന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പോകും. നീ കൂടുതൽ നേളിക്കരുത്. ഞാനൊരു 3 ആലിഗേഷൻ പറഞ്ഞായിരുന്നു അൻവിന്റെ അടുത്ത്. അൻവിൻ ആകെ പറയാനുള്ളത് അൻവിന്റെ P&L കഥയാണ്. UK-ൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം P&L പബ്ലിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമായിട്ടില്ല. ഇല്ല, ഞാൻ കാണിക്കട്ടെ, ഞാൻ എക്സൽ കാണിക്കട്ടെ. എനിക്കൊരു കമ്പനി ഉണ്ട്, 10 കോടിയാണ് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് ഞാൻ കാണിക്കട്ടെ. ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്ത കാര്യമാണോ? എടാ എന്റെ പൊന്നു മോൻ അൻവിനെ നീ UK-ൽ അക്കൗണ്ട്സ് കാണിക്കേ. അതെയോ പൊട്ടും കളിക്കരുത്. പെർഫോമൻസ് വെറുതെ പോയടാ. അല്ലേലും ഇന്നത്തെ ദിവസം പോക്ക. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.